വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ നടുക്കത്തിലാണ് മലയാളികൾ. ചെറിയൊരു പ്രദേശത്തു നടന്ന ഈ ദുരന്തം 300ഓളം ആളുകളുടെ മരണത്തിനിടയാക്കി. കേരളത്തിൽ നടക്കുന്ന ഓരോ ദുരന്തങ്ങളും പിന്നീട് വിരൽ ചൂണ്ടുന്നത് മലയാളികൾ ഏറ്റവും അധികം ഭയപ്പെടുന്ന ഒരു ജലബോംബിലേക്കാണ്. അതെ, മുല്ലപ്പെരിയാർ ഡാം. ഓരോ കാലവർഷവും ചർച്ച ചെയ്യപ്പെടുകയും അതിനുശേഷം അധികമാരും ശ്രദ്ധ നൽകാത്തതുമായ ഇന്ത്യയിലെ കൂറ്റൻ ഡാമുകളിലൊന്ന്. ഇത് തകർന്നാൽ ഏകദേശം 35 ലക്ഷത്തോളം ആളുകളായിരിക്കും മരണപ്പെടുക. ലോക ചരിത്രത്തിൽ ഇതിനേക്കാൾ ഭയാനകമായ ഒരു ദുരന്തം സംഭവിക്കുമോ എന്നത് സംശയമാണ്. 2011 ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സൗകര്യപൂർവ്വം അവഗണിച്ചത് വയനാട്ടിൽ വൻ ദുരന്തത്തിന് ഇടയാക്കി. എന്നാൽ അതിനേക്കാൾ ഭീകരമായിരിക്കും ഭാവിയിൽ നമ്മുടെ അവസ്ഥ. ഡാമിന്റെ നിർമ്മാണ സമയത്ത് സങ്കല്പിക്കാൻ കഴിയുന്ന ഏറ്റവും മോശം സാഹചര്യങ്ങളെ ചെറുക്കാൻ കഴിയുന്ന തരത്തിലാണ് ഡാം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെങ്കിലും കാലാവസ്ഥയിൽ കാലാകാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം അണക്കെട്ടിനെ ദുർബലപ്പെടുത്തി. നാളുകൾ കഴിയും തോറും ഡാമിന്റെ സമഗ്രത ഗണ്യമായി കുറയുന്നുവെന്ന് വിദഗ്ധർ വർഷങ്ങൾക്ക് മുൻപേ അഭിപ്രായപ്പെട്ടതാണ്. ലിബിയയിൽ 2023 6000ഓളം ആളുകൾ മരണപ്പെട്ടതും 10,000ഓളം ആളുകളെ കാണാതായതുമായ ഡെർണ അണക്കെട്ടിന്റെ തകർച്ചയ്ക്ക് പിന്നാലെ ന്യൂയോർക്ക് ടൈംസ് മുല്ലപ്പെരിയാറിനെ പറ്റി റിപ്പോർട്ട് ചെയ്തിരുന്നു. തടയാൻ കഴിയാമായിരുന്നിട്ടും വിളിച്ചു വരുത്തിയ അപകടമായിരുന്നു ലിബിയയിൽ നടന്നത്. ഡെർണ അണക്കെട്ടിൽ നിന്നുള്ള കേവലം 1 TMC ജലം ലിബിയയുടെ 25% കവർന്നെങ്കിൽ മുല്ലപ്പെരിയാർ തകർന്നാൽ അതിന്റെ 10 ഇരട്ടി, അതായത് 10.56 TMC ജലമായിരിക്കും ഇടുക്കിയിലോട്ട് ഒഴുകിയെത്തുക. സൗത്ത് ഏഷ്യ നെറ്റ്വർക്കിന്റെ കോർഡിനേറ്റർ ഹിമാൻഷു തക്കർ 50 വർഷങ്ങൾക്ക് മേലെയുള്ള അണക്കെട്ടുകൾക്ക് ഉയർന്ന അപകട സാധ്യത കണ്ടെത്തിയിട്ടുണ്ട്. കേവലം 50 വർഷം മാത്രം സുരക്ഷാ കാലാവധി നിശ്ചയിച്ചിരുന്ന അണക്കെട്ടിന് 130 വർഷം പിന്നിടുന്നു. നിർമ്മാണ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്ന മുല്ലപ്പെരിയാർ 1961 വെള്ളപ്പൊക്കത്തിന് പിന്നാലെയാണ് സുരക്ഷയെ ചൊല്ലി വാദപ്രതിവാദങ്ങൾക്ക് വിഷയമാകുന്നത്. ഭൂജല നിർണയ മാനദണ്ഡ പ്രകാരം സോൺ 3 മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നുവെന്നതും മറക്കാൻ പാടില്ലാത്ത വസ്തുതയാണ്. റിക്ടർ സ്കെയിലിൽ 6.5 വരെയുള്ള ഭൂചലന തീവ്രത അനുഭവപ്പെടാൻ സാധ്യതയുള്ള പ്രദേശമാണിത്. കൂടുതൽ ശക്തമായി വരുന്ന മഴ മൂലം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ കപ്പാസിറ്റി കാലഹരണപ്പെട്ടു. 1979 2011 നടന്ന ഭൂകമ്പങ്ങൾ അണക്കെട്ടിന് ഘടനാപരമായ വിള്ളലുകൾ ഉണ്ടാക്കി. അണക്കെട്ടിന്റെ രൂപകൽപ്പനയും സാങ്കേതിക വിദ്യയും നിലവിലെ മാനദണ്ഡങ്ങൾ ആവശ്യപ്പെടുന്നത്ര നൂതനമല്ല. മുല്ലപ്പെരിയാർ ഡാമിന്റെ തകർച്ചയും അതിന്റെ പ്രത്യാഘാതങ്ങളുടെ വ്യാപ്തിയും മനുഷ്യൻ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും. അണക്കെട്ടു തകർന്നാൽ തൊട്ടടുത്തുള്ള ഇടുക്കി ഡാമിന് അതിന്റെ ആഘാതത്തിൽ പിടിച്ചു നിൽക്കാനായെന്ന് വരില്ല. സാധാരണഗതിയിൽ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം ഇടുക്കി ഡാമിലേക്ക് ഒഴുകിയെത്താൻ 1.5 മണിക്കൂർ എടുക്കുമെങ്കിൽ അത് തകർന്നാൽ ഏകദേശം 40 മിനിറ്റിനുള്ളിൽ തന്നെ ഇടുക്കി ഡാമിലേക്ക് വെള്ളം കുതിച്ചെത്തും. താങ്ങാനാവാത്ത സമ്മർദ്ദത്തിൽ ഇടുക്കി ഡാമിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ഭൂതത്താൻകെട്ട്, ചെറുതോണി, ലോവർ പെരിയാർ എന്നീ ചെറു ഡാമുകൾ നിമിഷങ്ങൾക്കകം നിലംപതിക്കും. ഡാമുകൾക്കടുത്തുള്ള വള്ളക്കടവ്, വണ്ടിപ്പെരിയാർ, കീരിക്കര, അയ്യപ്പൻകോവിൽ, ചപ്പാത്ത്, ഉപ്പുതുറ, ഇരട്ടയാർ തുടങ്ങിയ സ്ഥലങ്ങൾ വെള്ളത്തിൽ കുത്തിയൊലിച്ചു പോകും. ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ 4 ജില്ലകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാകും. ജനവാസ കേന്ദ്രങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ, കൃഷിയിടം എല്ലാം നഷ്ടമായി അത് സംസ്ഥാനത്ത് കനത്ത നാശം വിതയ്ക്കും. ഭൂപടത്തിൽ നിന്ന് ഇങ്ങനെയൊരു സംസ്ഥാനമേ അപ്രത്യക്ഷമാകും. മേലധികാരികൾ ഇതിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് നടപടികൾ ആരംഭിക്കേണ്ട സമയം ഇതിനോടകം തന്നെ അതിക്രമിച്ചിരിക്കുന്നു. മറ്റൊരു ഡാം ഉടൻ പണിയുകയോ മറ്റു നടപടിക്രമങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അഥവാ മുല്ലപ്പെരിയാർ അണക്കെട്ട് തകരുന്ന സാഹചര്യത്തിൽ ഫലപ്രദമായ അടിയന്തര പ്രതികരണ പദ്ധതികൾ നിലവിലുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതും പ്രധാനമാണ്. ഇന്നേ വരെ നടന്ന ബഹുഭൂരിപക്ഷം പ്രകൃതി ദുരന്തങ്ങളുടെ മൂലകാരണം സംസ്ഥാന സർക്കാരിന്റെ പണക്കുതിയും അനാസ്ഥയുമാണെന്ന് പറയാതെ വയ്യ. ജനങ്ങളുടെ ആശങ്കകൾ ഭീതി വിതയ്ക്കുകയാണെന്ന ലേബലിൽ സംസ്ഥാന സർക്കാർ കൈയൊഴിയുമ്പോൾ മലയാളികൾ ആരോടാണ് കേഴേണ്ടത്? ആരുടെ മുൻപിലാണ് ജീവനു വേണ്ടി കൈകൂപ്പേണ്ടത്? എന്തിനും ഏതിനും പ്രതിവിധിയെന്നോണം ഭയം വേണ്ട, ജാഗ്രത മതിയെന്ന് പറയുന്ന അധികാരികൾ ഇനിയെങ്കിലും അധികാര കസേരയിലേക്ക് വോട്ട് തന്ന് ജയിപ്പിച്ച ജനങ്ങൾക്ക് വേണ്ടി വർത്തിക്കേണ്ടത് അനിവാര്യമാണ്.